കാസർഗോഡ് കുമ്പളയിലെ താൽക്കാലിക ടോൾ ബൂത്തിനെതിരെ ഇന്നു മുതൽ അനിശ്ചിതകാല സമരം. കേന്ദ്ര നിയമം പാലിക്കാതെ താൽക്കാലിക ടോൾ ബൂത്ത് നിർമ്മിച്ചുള്ള പിരിവിനെതിരെ വൻ ജനരോഷം ഉയർന്നു കഴിഞ്ഞു. ഇന്നലെ നടത്തിയ സമരത്തിൽ മഞ്ചേശ്വരം MLA ഉൾപ്പെടെയുള്ള സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. ദേശീയപാതയിൽ 60 കിലോമീറ്റർ ദൂരപരിധിയിലാണ് ടോൾ ബൂത്ത് പ്രവർത്തിക്കേണ്ടത്. എന്നാൽ തലപ്പാടി അതിർത്തിയിൽ നിന്ന് 22 കിലോമീറ്റർ അകലെയായാണ് കുമ്പള ആരിക്കാടിയിൽ ടോൾ ബൂത്ത് നിർമ്മിച്ച് വാഹനങ്ങളിൽ നിന്ന് ഫീസ് ഈടാക്കുന്നത്. ഇതിനെതിരെ ആക്ഷൻ കമ്മിറ്റി ഹൈക്കോടതിയിൽ നൽകിയ ഹർജി കോടതി പരിഗണിക്കാനിരിക്കവെയാണ് അധികൃതർ ടോൾ പിരിവ് ആരംഭിച്ചത്. ഇതോടെ ജനകീയ സമരത്തിന്റെ മുഖം തുറന്നു. കുമ്പള ആരിക്കാടിയിലെ താൽക്കാലിക ടോൾ പ്ലാസക്കെതിരെ AK മഷറഫ് MLA നേതൃത്വത്തിൽ നടത്തുന്ന ജനകീയ സമരത്തെ നേരിടുവാൻ ഇറക്കിയത് 400-ൽ പരം പോലീസുകാരെ. മഞ്ചേശ്വരം MLA-യുമായി SP നടത്തിയ സമവായ ചർച്ച ഫലം കാണാതെ വന്നതോടെ MLA ഉൾപ്പെടെയുള്ള സമരക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കി. തുടർന്ന് ടോൾ പിരിവ് ആരംഭിച്ചു. എന്നാൽ ചൊവ്വാഴ്ച മുതൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് MLA അറിയിച്ചു. കേരളത്തില് തൊട്ടപ്പുറത്ത് മേഘ കൺസ്ട്രക്ഷൻ കമ്പനി എടുത്ത ആ റീച്ച് പൂർത്തിയാക്കണമെങ്കിൽ സാമാന്യ ബുദ്ധിക്ക് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു 2 years എങ്കിലും എടുക്കും. അതിനപ്പുറം നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, കേരളത്തിൽ ഏതൊക്കെ റീച്ചിൽ ഏറ്റവും മികച്ച കമ്പനികൾ പൂർത്തിയാക്കി അവിടെയൊക്കെ ഇവർ ഈ ടോൾ സ്ഥാപിക്കും. കുമ്പള, മഞ്ചേശ്വരം, മംഗൽപാടി, കാസർഗോഡ് തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആയിരങ്ങളായ വാഹനയാത്രക്കാർക്ക് വൻ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നതാണ് താൽക്കാലിക ടോൾ ബൂത്ത് സ്ഥാപിച്ചുള്ള പിരിവ്. ജനകീയ സമരത്തെ തുടർന്ന് മംഗലാപുരത്തേക്കുള്ള ദേശീയപാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. അമൃത ന്യൂസ്, കാസർഗോഡ്.